ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ചാണ്. കുംഭമാസത്തിലെ പൂരം നാൾ വരുന്ന ദിവസമാണ് പൊങ്കാലയിടുന്നത്. ആറ്റുകാൽ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തിൽ ഏറ്റവും അധികം സ്ത്രീകൾ ഒത്തുകൂടുന്ന ചടങ്ങെന്ന വിശേഷണവും ആറ്റുകാൽ പൊങ്കാലയ്ക്കുണ്ട്. അന്നപൂർണേശ്വരി ദേവിയുടെ ഇഷ്ട വഴിപാടാണ് പൊങ്കാല. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ഞങ്ങൾ പൊങ്കാലയിട്ടു. ഈ വർഷത്തെ പൊങ്കാലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ സുഹൃത്ത് മഞ്ജുവിൻ്റെ അമ്മ പൊന്നമ്മ ഞങ്ങൾക്കൊപ്പം ആദ്യമായി പൊങ്കാലയിടാൻ കൂടി. ഒപ്പം കുറുമ്പത്തി നിലാമോളും കൂട്ടിനുണ്ട്. മധുര നഗരം ചുട്ടരിച്ച കണ്ണകിയുടെ കഥയുമായി ബന്ധപ്പെട്ടതാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യം. ഇവിടെ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് 2 തരത്തിലുള്ള വിശ്വാസമാണുള്ളത്. ഒന്ന്, തൻ്റെ കണ്ണിൽ നിന്നും പുറപ്പെട്ട അഗ്നിയിൽ മധുര നഗരത്തെ കത്തിച്ച് ചാമ്പലാക്കിയ കണ്ണകി ദേവിയെ ആശ്വസിപ്പിക്കുന്നതിനായി ജനങ്ങൾ പൊങ്കാല നൽകി എതിരേറ്റുവെന്നും അതിൻ്റെ ഓർമ്മയ്ക്കായാണ് പൊങ്കാല ഇടുന്നതുമെന്നുമാണ് ഒരു വിശ്വാസം. മറ്റൊരു വിശ്വാസം എന്തെന്നാൽ മഹിഷാസുരനെ വധിച്ച ദേവിയെ ജനങ്ങൾ പൊങ്കാല നൽകിയാണ് സ്വീകരിച്ചത്. അതിൻ്റെ ഓർമ്മയ്ക്കായാണ് പൊങ്കാല ഇടുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. പുറത്തെഴുന്നള്ളത്ത്, തട്ട് നിവേദ്യം തുടങ്ങിയവയാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിലെ പ്രധാന ചടങ്ങുകൾ. രാവിലെ 10:30 തന്നെ പണ്ടാരടുപ്പിൽ തീ പകർന്നു പൊങ്കാല ഇടാൻ ആരംഭിച്ചു. പൊങ്കാലയിൽ പഞ്ചഭൂതങ്ങളുടെ സംഗമമാണ് കാണാൻ സാധിക്കുന്നതെന്നാണ് പറയുന്നത്. ഭൂമിയെ പ്രതീകമായി മൺകലവും അരിയും, മറ്റുള്ളവ ആകാശം, വായു, ജലം, അഗ്നി എന്നിവയോട് ചേർന്നതാണ് പൊങ്കാലയുടെ പുണ്യം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ശരീരത്തിലെ പഞ്ചഭൂതങ്ങൾ ഒന്നിച്ചു ചേരുന്ന ആനന്ദമാണ് ഇതിൽ നിന്നും ലഭിക്കുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കുളി കഴിഞ്ഞ് ശുദ്ധിയോടെ ഈറനെടുത്ത് സൂര്യന് അഭിമുഖമായി നിന്നാണ് പൊങ്കാല തയ്യാറാക്കുന്നത്. മഞ്ജു ശർക്കര പൊങ്കാലയാണ് ഇട്ടത്. ഞാൻ ശർക്കര പൊങ്കാലയും വെള്ളപ്പൊങ്കാലയും പിന്നെ വയണയിലപ്പവും ഉണ്ടാക്കി. വെള്ളപ്പൊങ്കാല ഇടുന്നത് നമ്മുടെ ആഗ്രഹ സബലീകരണത്തിന് വേണ്ടിയിട്ടാണ്. വെള്ളപ്പൊങ്കാലയ്ക്ക് നെയ്യും മുന്തിരിയും ഒന്നും ചേർക്കാറില്ല. പഴവും തേങ്ങയും മാത്രം ചേർക്കാനേ പാടുള്ളൂ. തലവേദന പോലുള്ള അസുഖമുള്ളവർ മണ്ടപ്പുറ്റുണ്ടാക്കി ദേവിക്ക് സമർപ്പിച്ചാൽ തലവേദന പോലുള്ള അസുഖങ്ങൾ മാറിക്കിട്ടുമെന്നാണ് വിശ്വാസം. കൃത്യമായ അനുഷ്ഠാനത്തോടെ വ്രതമെടുത്തു മാത്രമേ പൊങ്കാല അർപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് വിശ്വാസം. പൊങ്കാലയ്ക്ക് മുൻപ് ഒരാഴ്ചയെങ്കിലും വ്രതം നോറ്റിരിക്കണം. കൂടാതെ ദിവസവും 2 നേരം കുളിച്ച് മത്സ്യം, മുട്ട, മാംസം എന്നിവയൊക്കെ ഒഴിവാക്കി നമ്മൾ പൂർണ്ണമായും വെജിറ്റേറിയൻ ആയിരിക്കണം. കൂടാതെ മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി വേണം വ്രതമെടുക്കാൻ. അതിനൊപ്പം പൊങ്കാലയുടെ തലേ ദിവസം ഒരിക്കൽ മാത്രമേ ആഹാരം കഴിക്കാവൂ. പൊങ്കാലയ്ക്ക് മുൻപായി ആറ്റുകാൽ ക്ഷേത്രദർശനം നടത്തേണ്ടതാണ്. അങ്ങനെ ഇത്തവണ നമ്മൾ പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതൊന്നും തന്നെ ഇപ്രാവശ്യം ഉണ്ടായില്ല. എല്ലാം നല്ല രീതിയിൽ നടന്നു.
2:30 തന്നെ പൊങ്കാല നിവേദിച്ചു. ഞങ്ങൾ പൊങ്കാലയിട്ടത് മഞ്ജുവിൻ്റെ വീടിരിക്കുന്ന പേട്ട 3-ാം മനയ്ക്കൽ ക്ഷേത്രത്തിന് സമീപമാണ്. വീടിന് മുന്നിൽ സൗകര്യമുണ്ടായിരുന്നതിനാൽ അവിടെ തന്നെ നമ്മൾ അടുപ്പ് കൂട്ടി പൊങ്കാലയിട്ടു. ഇനിയിപ്പോൾ കുറച്ച് സമയം ഈ പൊങ്കാലയൊക്കെ ഒന്ന് മാറ്റി വെച്ച് റോഡിലോട്ടൊന്ന് ഇറങ്ങി. അപ്പോഴെന്താ തിരക്ക്, എല്ലാവരും പോകാനുള്ള തിരക്കാണ്. നോക്കിയപ്പോൾ യാത്രക്കാർക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഒരു കപ്പ് നല്ല തണുത്ത ജ്യൂസും കൂടി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് എല്ലാവരും പോകുന്നതൊക്കെ കണ്ടു നിന്ന് ഞങ്ങളും തിരിച്ച് വീട്ടിലേക്ക് പോയി. പൊങ്കാലയ്ക്ക് ശേഷം തിരികെ വീടുകളിലേക്ക് പോകുന്ന ഭക്തരുടെ നല്ല തിരക്ക് തന്നെയാണ് റോഡിലുണ്ടായത്. പൊങ്കാലിടുന്ന ഭക്തർക്കായി നിരവധി സംഘടനകളും ക്ലബ്ബുകളും യുവജന കൂട്ടായ്മകളും ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തിരുന്നു. വെയിലത്ത് പൊങ്കാലയിട്ട ഭക്തർക്ക് നൽകിയ ഈ സേവനം വളരെ ആശ്വാസമായി. പൊങ്കാലയിട്ട് എല്ലാ ഭക്തർക്കും മികച്ച സൗകര്യം തന്നെയാണ് ഈ യുവജന കൂട്ടായ്മകൾ നൽകിയത്. അങ്ങനെ നമ്മൾ തന്നെ ഇട്ട പൊങ്കാല ഒന്ന് ടേസ്റ്റ് ചെയ്തു. പിന്നെ പൊന്നമ്മയ്ക്കും കൊടുത്തു. പൊന്നമ്മ ആലപ്പുഴക്കാരിയാണ്. ഇതുവരെ ആറ്റുകാൽ പൊങ്കാല ഇട്ടിട്ടില്ല. പൊന്നമ്മയ്ക്ക് ഒരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം നിറവേറിയാൽ അടുത്ത വർഷം വന്ന് ആറ്റുകാൽ പൊങ്കാല അമ്മയ്ക്കായി സമർപ്പിക്കുമെന്ന് പറഞ്ഞു. പൊങ്കാലയിട്ട് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിറവേറാൻ ആറ്റുകാൽ അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.